ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒട്ടും ഹാപ്പിയല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് മനസ്സിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെയാണ് എനിക്ക് കെട്ടേണ്ടി വന്നത്. അതും എൻ്റെ അച്ഛൻ്റെ നിർബന്ധം. അച്ഛന് വയ്യ, സുഖമില്ല. എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഒരു കല്യാണം കഴിക്കാൻ. എന്നോട് വേറെ ഇഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അച്ഛൻ പറഞ്ഞ ഒരാളെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. അതോ എൻ്റെ സങ്കല്പത്തിന് ഒട്ടും യോജിക്കാത്ത ഒരാളെ, കുറച്ച് മോഡേൺ ആയിട്ടുള്ള നല്ല ഫിറ്റ്നസ് ബോഡിയുള്ള ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. പക്ഷേ അച്ഛൻ്റെ നിർബന്ധത്തിന് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. സുധീർ എന്നാണ് ആളുടെ പേര്. ഞാനിപ്പോൾ ആളുടെ വീട്ടിലാണ്. ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വിളിച്ചു. എൻ്റെ നോക്കണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. ഞാൻ ആളെ പരമാവധി അവോയ്ഡ് ചെയ്തു. ഓഫീസിൽ എത്തിയപ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ബോസ്. ഞാൻ ആരെയും കല്യാണം വിളിച്ചിട്ടില്ല. പാർട്ടി തരണമെന്ന് എല്ലാവരും പറഞ്ഞു. ബോസ് ആളുടെ ഫോട്ടോ ചോദിച്ചു. ഞാൻ കാണിച്ചു. അപ്പോൾ തന്നെ ആളുടെ മുഖം മാറി. ഇതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാതിരുന്നത്. അന്ന് വൈകിട്ട് ഒരുപാട് ലേറ്റായാണ് ഞാൻ വന്നത്. ആൾ എന്നോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചു. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കും. എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. ആളുടെ രൂപമാണ് എൻ്റെ പ്രശ്നം. അന്ന് വൈകുന്നേരം ബോസ് എന്നെ വിളിച്ചു. കല്യാണത്തിന് മുമ്പ് വരെ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. കല്യാണശേഷം എൻ്റെ സ്വഭാവം ആകെ മാറി. അതിനെപ്പറ്റി സംസാരിക്കാനാണ് വിളിച്ചത്. സുധീർ വന്നപ്പോൾ ഞാൻ ഫോൺ വെച്ചു. ആരാ വിളിച്ച് എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ സ്റ്റാഫിനോട് ദേഷ്യപ്പെട്ടു. സുധീറിനോടുള്ള ദേഷ്യമായിരുന്നു. പെട്ടെന്ന് ബോസ് വന്നു. നീ സമാധാനമായിട്ടിരിക്കുക, ഉച്ചയ്ക്ക് നമുക്ക് എല്ലാം സംസാരിക്കാം. നിന്റെ പ്രശ്നം എന്താണ് എന്നോട് പറ. അങ്ങനെ ഉച്ചയായി. ബോസ് എന്നോട് ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താണെങ്കിലും എന്നോട് പറ. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കല്യാണം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരും. സുധീർ എന്നെ ആശ്വസിപ്പിച്ചു. നിനക്ക് നല്ലൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിതം ജീവിച്ചു തീർക്കും. സുധീർ എൻ്റെ സങ്കല്പത്തിന് ഒത്ത ഒരു ആളായിരുന്നു. അങ്ങനെ ഞാനെല്ലാം സുധീറുമായി ഷെയർ ചെയ്തു. അന്ന് രാത്രി ഞങ്ങൾ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സംസാരിച്ചു, അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. ഞാൻ എന്നെ തന്നെ മറന്നു. അന്ന് ഞാൻ ഒട്ടും വെളിവില്ലാതെയാണ് വീട്ടിൽ ചെന്നത്. സുധീറിനോട് വളരെ മോശമായി പെരുമാറി. എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, ഇഷ്ടമുള്ളപ്പോൾ വരും. നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ എൻ്റെ അച്ഛനോട് പോയി. ആള് ഒരു പാവം, എല്ലാം സഹിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വാള് വെക്കാൻ വന്ന്. ഞാൻ പോയി വാള് വെച്ചിട്ട് കിടന്നുറങ്ങി. സുധീർ ഉറങ്ങിക്കാണും എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ സുധീർ അതെല്ലാം വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യായിരുന്നു. ഒരുപാട് ആൾ സഹിച്ചു. അതൊന്നും വകവെക്കാതെ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ആൾ ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം തന്നു. ഞാനത് കുടിച്ചില്ല. ക്ഷീണം വരും, നീ ഇത് കുടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഒരു കോള് വന്ന് ഞാൻ സംസാരിച്ചുകൊണ്ട് പോകുമായിരുന്നു. എനിക്കെന്തോ തല ചുറ്റുന്ന പോലെ തോന്നി. പെട്ടെന്നൊരു വണ്ടി വന്നു. എനിക്ക് മാറാൻ പറ്റിയില്ല. വണ്ടി എന്നെ മുട്ടി. എൻ്റെ മുഖത്തിന് നല്ലപോലെ പരിക്ക് പറ്റി. സുധീർ എന്നെ നല്ലപോലെ നോക്കി. പക്ഷേ അപ്പോഴും ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടു. അച്ഛനോട് പറഞ്ഞു, മോളെ നീ സുധീറിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്. അവൻ്റെ സ്നേഹം നീ മനസ്സിലാക്കാതെ പോവല്. അവനെ നിന്നെ ഇട്ടേച്ച് പോയാൽ നിനക്ക് പിന്നെ ആരും ഉണ്ടാവില്ല. അച്ഛനോടും ഞാൻ വഴക്കിട്ടു. അച്ഛനും പോയി. പക്ഷേ ഞാൻ എത്ര അവഗണിച്ചിട്ടും അതൊന്നും മനസ്സിലാക്കാതെ സുധീർ എന്നെ നല്ലപോലെ നോക്കി. അങ്ങനെ എൻ്റെ മുഖത്തെ തുണി അഴിച്ചു. ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടി. എൻ്റെ സൗന്ദര്യമെല്ലാം പോയിരുന്നു. സൗന്ദര്യത്തിൻ്റെ പുറകെ പോയ എനിക്ക് ദൈവം തന്ന ശിക്ഷയായിരിക്കും. അങ്ങനെ ഞാൻ ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ആരും എന്നെ വലിയ മൈൻഡ് ചെയ്തില്ല. എൻ്റെ ബോസ് വന്നു. ബോസ് എന്നോട് പഴയ അടുപ്പമൊന്നും കാണിച്ചില്ല. ആൾ പറഞ്ഞു, നിനക്ക് സ്ഥലം മാറ്റം ആയിട്ടുണ്ട്, ഇനി അവിടെ ജോലി ചെയ്യാം. അപ്പോഴാണ് എനിക്ക് ശരിക്കും സുധീറിൻ്റെ വേദന മനസ്സിലായത്. ഞാൻ എത്രയൊക്കെ അവഗണിച്ചു, അതും ആളിൻ്റെ രൂപത്തിൻ്റെ പേരിൽ. ഇപ്പോഴാണ് എനിക്കും ആ ഒരു അവസ്ഥ വന്നത്. സൗന്ദര്യത്തിലല്ല ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഒരിക്കലും സുധീറിനെ മോശമായി സംസാരിച്ചിട്ടില്ല. പിന്നീട് ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു. ഗൈസ്, അപ്പോൾ ഈ കഥ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.